നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. LDC 2024 വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന SSC അതുപോലെ തന്നെ SCRT PSC കോംബോ എന്ന സീരീസിലെ 4ാമത്തെ ക്ലാസ്സാണിത്. ഇതിനോടകം നമ്മൾ ചെയ്ത 3 ക്ലാസ്സുകളും കാണുവാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന സീരീസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പ്രത്യേക സന്തോഷം കൂടെ നിങ്ങൾക്ക് പങ്കുവെച്ചുകൊണ്ടാണ് ഞാനിത് ആരംഭിക്കുന്നത്. അതായത് നമ്മുടെ ചാനൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ കടന്നിട്ടുണ്ട്. അതിന് നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങൾ ഓരോരുത്തരും ചെയ്ത സബ്സ്ക്രിപ്ഷനാണ് നമ്മളെ ഈ രീതിയിലേക്ക് എത്തിച്ചത്. അതിൽ എല്ലാവരോടും എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. അതറിയിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ആരംഭിക്കുന്നു. ഇനിയും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നോക്കുക, നമ്മൾ SSC പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നോക്കുക, സിനണിംസ്. നമ്മൾ ആദ്യം സിനണിംസുമായി ബന്ധപ്പെട്ട ചോദ്യം, അതായത് ഈ പറയുന്ന SSC പരീക്ഷയിൽ സിനണിംസിൽ നിന്ന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. നോക്കുക, പ്രൊഫ്ലിഗേറ്റ് എന്ന് പറയുന്ന വാക്കാണ് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് SSC CGL 2016 നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങളാണ്. എന്താണ് പ്രൊഫ്ലിഗേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഫ്ലിഗേറ്റ് എന്ന് വെച്ചാൽ എന്താ? വേസ്റ്റ് ആക്കുക എന്നർത്ഥം പ്രൊഫ്ലിഗേറ്റ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരിക ഏതായിരിക്കും? വേസ്റ്റ്ഫുൾ എന്നുള്ളതാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ഫോസ്ഫിയർ. എന്താണ് ഫോസ്ഫിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉപേക്ഷിക്കുക എന്നർത്ഥം. ഇതാണ് ഉപേക്ഷിക്കുക, ഫോസ്ഫിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുമ്പം ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഒപ്പൂലന്റ്. എന്താണ് ഒപ്പൂലന്റ് ഉദ്ദേശിക്കുന്നത്? ഒപ്പൂലന്റ് എന്ന് വെച്ചാൽ എന്താണ്? റിച്ച് എന്നാണ്. ഇതാണ് ഓക്കെ. നമുക്ക് റിച്ചിന് സംറ്റസ് എന്നും ചോദിക്കാം. ഒപ്പൂലന്റ്, സംറ്റസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? റിച്ച് എന്നാണ്. വെൽത്തി എന്നൊക്കെ പറഞ്ഞാൽ റിച്ച് ആണ് അർത്ഥം. ഓക്കെ, റിച്ചും വെൽത്തി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഒപ്പൂലന്റ് അല്ലെങ്കിൽ സംറ്റസ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അങ്ങനെ ആയിരിക്കും നമ്മുടെ ചോദ്യം വരിക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടിന്റെ അർത്ഥം എന്ത്? റിച്ച് എന്നായിരിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. മൊറോസ്. എന്താണ് മൊറോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്ലൂമി എന്നാണ്. എന്താണ് ഗ്ലൂമി? മൊറോസ്, ഗ്ലൂമി. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഫ്രിവലസ്. എന്താണ് ഫ്രിവലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്രിവലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യബോധമില്ലാത്ത നമ്മൾ ഫ്രിവലസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം അതേ അർത്ഥം വരുന്ന ഇതാണ്, ഫെറിലാണ്. ഫെറിൽ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി പെട്രിഫൈ. പെട്രിഫൈ എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് പെട്രിഫൈ? ഭയപ്പെടുത്തുക, പേടിപ്പിക്കുക എന്നൊക്കെയാണ് പെട്രിഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കുക, അഡോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അലങ്കരിക്കുക, കാം ശാന്തമാക്കുക, ക്യൂരിയസ് ആകാംക്ഷയുള്ളത്. അപ്പോൾ അങ്ങനെ ഇവിടെ സ്വാഭാവികമായിട്ട് ഹാർഡൻ ആണ് നമുക്ക് ആൻസറായി വരിക. ഹാർഡൻ എന്ന് വെച്ചാൽ കട്ടി കൂട്ടുക അല്ലെങ്കിൽ പ്രയാസം എന്താ കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കുക എന്നൊക്കെയാണ് ഹാർഡൻ കൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഭയപ്പെടുത്തുക എന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഹാർഡൻ എന്ന അർത്ഥത്തിൽ നമുക്ക് എങ്ങനെ ഏത് മീനിങ്ങിലൂടെ പറയാം? ഒരു വ്യക്തിയെ ഡിസ്കംഫർട്ട് ആക്കുക എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാം. ഡിസ്കംഫർട്ട് ആക്കുക എന്ന് പറയുന്നതും ഒരു വ്യക്തിയെ ഭയപ്പെടുത്തുക, പേടിപ്പിക്കുക എന്ന് പറയുന്നതും ഏകദേശം ഒരേ അർത്ഥമായതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് എഴുതാൻ പറ്റുക ഏതായിരിക്കണം? ഹാർഡനാണ്. അതുകൊണ്ടാണ് ഹാർഡൻ ആൻസറായി വന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അന്റോണിംസ് ആണ്. അന്റോണിംസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അറിയണം, പിന്നീട് അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് അറിയണം. ഡിബക്കിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇത് 2013 ചോദിച്ചാണ്, SI എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഡിബക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ഫെയിലർ എന്ന അർത്ഥത്തിലാണ്, തോൽവി, ഡിസാസ്റ്റർ എന്നൊക്കെ പറയും. അങ്ങനെയാകുമ്പോൾ ഇവിടെ വരിക എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് സക്സസ് ആണ്. എന്താണ് സക്സസ്? അക്സെപ്റ്റൻസിന്റെ നമുക്കറിയാം സ്വീകാര്യത, റെസ്പോൺസ് പ്രതികരണം.
പിന്നെ എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സമ്മതം എന്നൊക്കെ അർത്ഥത്തിൽ. ഇവിടെ വരേണ്ടത് സക്സസ് ആയിരിക്കണം. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത അബ്യൂസീവ്. അബ്യൂസീവ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുക, അല്ലെ മോശമായി സംസാരിക്കുക എന്നൊക്കെയാണ് അബ്യൂസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സംസാരിക്കുക നമ്മൾ അബ്യൂസീവ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബാഡ് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ചെയ്യുന്നത് നമ്മൾ അബ്യൂസീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താവണം? പുകഴ്ത്തുന്നതായിരിക്കണം, അല്ലെങ്കിൽ നല്ലത് പറയുന്നതായിരിക്കണം. അല്ലെ? അപ്പൊ അങ്ങനെ അതേ അർത്ഥം വരുന്ന ഏതാണ്? നമുക്ക് ലോഡേറ്ററി ആണ്. ലോഡേറ്ററി. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഈ നോബിൾ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് നോബിൾ? മഹത്തരമായിട്ടുള്ളത് എന്നാണ് നോബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പ്രൊഫ്യൂസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ധാരാളം എന്നർത്ഥം. ധാരാളമായിട്ടുള്ളത് എന്നാണ് പ്രൊഫ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫ്യൂസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നന്ദി കാണിക്കുക, അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുക എന്നാണ് എഫ്യൂസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ അബ്യൂസീവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ലോഡേറ്ററി എന്ന് നമുക്ക് പറയാം. ഇനി അമോർഫസ്. അമോർഫസ് എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് അമോർഫസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകം ഷേപ്പ് ഇല്ലാത്ത, പ്രത്യേകം ഒരു ആകൃതി ഇല്ലാത്ത തന്നെ നമ്മൾ വിരൂപമായിട്ടുള്ള നമ്മൾ അമോർഫസ് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ മോറൽ ആയിരിക്കുമോ, ഡെഫിനറ്റ് ആയിരിക്കുമോ, പെർഫെക്റ്റ് ആയിരിക്കുമോ, ഇറഗുലർ ആയിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക? ഏതായിരിക്കും? ഡെഫിനറ്റ് ആണ്. എന്നുവെച്ചാൽ ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉള്ളത്. ഇതാകുമ്പോൾ ഷേപ്പ് ഇല്ലാത്തത്. അല്ലെ? അപ്പം ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത യൂണിറ്ററി. യൂണിറ്ററി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഏകീകൃതമായിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നായിട്ട് നിൽക്കുന്നു. അതിന് യൂണിറ്ററി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി വൺ വേർഡ്സ് ആണ്. നോക്കുക. എ പേഴ്സൺസ് പെക്യുലർ ഹാബിറ്റ്. ഒരു വ്യക്തിയുടെ പ്രത്യേക ശീലം. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇത് വിളിക്കാം ഐഡിയോസിൻക്രസി എന്ന് വിളിക്കാം. ഐഡിയോസിൻക്രസി. ട്രേറ്റ് നമുക്കറിയാം വാസന എന്ന ട്രേറ്റ്. ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ ട്രേറ്റ് ഉദ്ദേശിക്കുന്നത്. ടാലന്റ് നമുക്കറിയാം കഴിവ്. ഇനി ഐഡലക്റ്റ് എന്താണ്? നമുക്കറിയാം ഡയലക്റ്റും ഉണ്ട്, ഐഡലക്റ്റും ഉണ്ട്. ഡയലക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രത്യേക പ്രദേശത്തെ ഒരു കൂട്ടം ജനങ്ങൾ അവരുടെ സംസാര ഭാഷയിൽ ഉണ്ടാവുന്ന വെറൈറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയെയാണ് നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഐഡലക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോ വ്യക്തിക്കും ഉണ്ട്, അല്ലെ? ഓരോ വ്യക്തിയിലും അവരുടെ സംസാര രീതിയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും ഓരോ വ്യക്തിക്കും. അപ്പൊ അങ്ങനെയുള്ള ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന സംസാര ഭാഷയിലുള്ള ഭാഷാ വ്യത്യാസത്തെയൊക്കെയാണ് നമ്മൾ, അതിന്റെ വെറൈറ്റിയാണ് നമ്മൾ ഐഡലക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഇവിടെ ഐഡിയോസിൻക്രസി ആണ് കറക്റ്റ് ആൻസർ. ഇത് 2016 CGL പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഇനി അടുത്ത് നോക്കുക. സ്പീച്ച് ഡെലിവേർഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ. അതായത് ഒരു മുന്നൊരുക്കവും കൂടാതുള്ള സംസാരം. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? എക്സ്റ്റംബർ എന്ന് വിളിക്കാം. എക്സ്റ്റംബർ. റിറ്റോറിക് എന്ന് വെച്ചാൽ എന്താണ്? റിറ്റോറിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്വൻസ്, അല്ലെങ്കിൽ പവർ ഓഫ് സ്പീച്ച് എന്നർത്ഥമില്ല. എലക്വൻസ് അല്ലെങ്കിൽ പവർ ഓഫ് സ്പീച്ച്, അത് നമ്മൾ റിറ്റോറിക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സംസാരത്തിലുള്ള ആ സ്വാധീനം. ചില വ്യക്തികൾ സംസാരിക്കുമ്പോൾ അത് നമ്മളെ കേൾക്കുന്നവരെ പെട്ടെന്ന് സ്വാധീനിക്കും. കാരണം എന്താ? അദ്ദേഹം അത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ച് സംസാരിക്കുന്നത്. അതാണ് നമ്മൾ റിറ്റോറിക് എന്ന് പറയുന്നത്. ഒറേഷൻ നമുക്കറിയാമല്ലോ. മെയ്ഡൻ സ്പീച്ച് എന്താ? ആദ്യത്തെ പ്രസംഗം. അതാണ് മെയ്ഡൻ സ്പീച്ച്. കന്നി സംഭാഷണം, കന്നി പ്രസംഗം. അതാണ് മെയ്ഡൻ സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എക്സ്റ്റംബർ ആണ്. ഇനി അടുത്തത് വൺ ഹു വിൽ ഡു എനി ജോബ് ഫോർ എനിവൺ ഫോർ മണി. പൈസയ്ക്ക് വേണ്ടി ഏത് ജോലി ആർക്ക് വേണ്ടി ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? മെർസിനറി എന്ന് വിളിക്കാൻ പറ്റുമോ? റിക്രൂട്ട് എന്ന് വിളിക്കാൻ പറ്റുമോ? ഹൂഡ്ലം എന്ന് വിളിക്കാൻ പറ്റുമോ? മെർച്ചന്റ് എന്ന് വിളിക്കാം? നമുക്ക് എന്തെന്ന് വിളിക്കാം? മേഴ്സണറി എന്ന് വിളിക്കാം. ഇതാണ് കറക്റ്റ് ആൻസർ. റിക്രൂട്ട് നമുക്കറിയാമല്ലോ. മെർച്ചന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം വ്യാപാരി എന്നൊക്കെ മെർച്ചന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹൂഡ്ലം എന്ന് വെച്ചാൽ എന്താർത്ഥം? ഹൂളിഗൻ എന്നർത്ഥം. അതാണ് ഹൂളിഗൻ, ഗുണ്ട, അല്ലെ? അതിന് നമ്മൾ ക്രിമിനൽ,
അതിനൊക്കെയാണ് എന്താണ് കൂടുതലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കുക, സ്പെല്ലിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കണ്ണിവൻസ് എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഈ പറഞ്ഞ 4 ഒന്ന് ശരിയായി കൊടുത്തിട്ടുണ്ട്. അത് ഏതെന്നാണ് ചോദ്യം. എന്ന് പറയുന്നത് SSC CGL 2013 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഏതായിരിക്കും? ഈ പറഞ്ഞ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ, കണ്ണിവൻസ്. എന്താണ് കണ്ണിവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി സമ്മതം നൽകുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തുക, നമ്മൾ കണ്ണിവൻസ് എന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, തെറ്റായ കാര്യം എന്ന് പറയുമ്പോൾ ഇല്ലീഗലായിട്ടുള്ള കാര്യം, നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇൻവോൾവ് ആകുക അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തുക എന്നൊക്കെ കണ്ണിവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നു. അടുത്ത നമുക്ക് നോക്കാം, പാരാജമ്പിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാമല്ലോ, സെന്റൻസ് ഡിസോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നു, അത് ഓർഡർ ആക്കി ഇടുക. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 2 ഭാഗവും, അതായത് തുടക്കവും അവസാനം കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ളതാണ് നമ്മൾ ശരിയാക്കേണ്ടത്. പിന്നീട് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന രീതിയിൽ ഒന്ന് വായിച്ചു നോക്കണം. നമുക്ക് ആദ്യം എ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് നോക്കാം. ക്യൂവിലാണ് ആദ്യം പറയേണ്ടത്, ക്യൂ ആണ് ആദ്യം പറയേണ്ടത്. അപ്പം ദ വാച്ച്മാൻ വോക്ക് അപ്പ് വെൻ, പിന്നെ എസ് അല്ലേ, ഹി ഹിയർ ദ ഡോഗ് ബാർക്കിംഗ്, പിന്നെ ആർ വിത്ത് ബ്ലാക്ക് മാസ്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം ബ്ലാക്ക് മാസ്ക് ധരിച്ചിരിക്കുന്നതായിട്ട് വരും. അങ്ങനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. നോക്കുക, ദ വാച്ച്മാൻ വോക്ക് അപ്പ് വെൻ, ഇപ്പോൾ ക്യൂ വായിച്ചു. യെസ്, ഹി ഹിയർ ദ ഡോഗ് ബാർക്കിംഗ്, ദെൻ പി എന്ന് പറയുമ്പോൾ ആൻഡ് ഫൗണ്ട് 2 thieves, ദെൻ ആർ വിത്ത് ബ്ലാക്ക് മാസ്ക്. അങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ ഓരോ ഓപ്ഷൻ എടുത്ത് അതിനനുസരിച്ച് നമ്മൾ വായിച്ചു നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സമയം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് നോക്കിയിരുന്നില്ല, അവസാനം നമ്മളൊരു കൺക്ലൂഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഓപ്ഷൻ ഇല്ലാത്തൊരു കൺക്ലൂഷനിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക. പിന്നെ അത് കളഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഇതിനെ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് അത്രയും സമയം നഷ്ടപ്പെടും. അപ്പോൾ അതിന് ഏറ്റവും നല്ല കാര്യം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് നമ്മൾ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും ശരിയാവുക. അപ്പോൾ അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. നോക്കുക, ഫോർ സം പീപ്പിൾ റൈറ്റിംഗ് വേർഡ്സ് ഈസ് ആസ് ഡക്ക് ടേക്സ് ടു വാട്ടർ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇഡിയം. ഇതിനനുസരിച്ചിട്ട് നമ്മൾ എഴുതണം. ഇതിൻ്റെ അനുസരിച്ചുള്ള അർത്ഥം വരുന്ന രീതിയിൽ നമ്മൾ എഴുതണം. എന്ന് പറയുന്നത് SSC സബ് ഇൻസ്പെക്ടർ 2012 ചോദിച്ച പരീക്ഷയിലെ ചോദ്യപേപ്പറാണ്. എന്തായിരിക്കും ആസ് ഡക്ക് ടേക്സ് ടു വാട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലൈക്ക് ഈസിലി ആൻഡ് നാച്ചുറലി സ്പീക്കിംഗ്. കറക്റ്റ് ആൻസർ. തീർച്ചയായിട്ടും ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്ത, ഹി മേഡ് മൈ ഡേ ബൈ ടെല്ലിംഗ് മീ ഹൗ ഇമ്പോർട്ടൻറ്റ് ഐ വാസ് ടു ഹിം. ഇപ്പം മേഡ് മൈ ഡേ എന്നുള്ളത് എങ്ങനെ ആക്കാം? ഗേവ് മീ ഗ്രേറ്റ് പ്ലഷർ എന്നാണ്. ഗേവ് മീ ഗ്രേറ്റ് പ്ലഷർ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹി മേഡ് അവേ വിത്ത് 10,000 rupees ഇൻ ദ കോഴ്സ് ഓഫ് 3 months. മേഡ് അവേ വിത്ത് ആണ് സ്ക്വാൻഡേഡ് എന്നാണ്, അതായത് വേസ്റ്റ് ആക്കുക അർത്ഥം. അപ്പം ഇവിടുത്തെ കറക്റ്റ് സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്തത്, സ്റ്റുഡൻസ് ഓഫ് ദാറ്റ് ഗ്രൂപ്പ് ഹാവ് അഷ്വർഡ് ദ പ്രൊജക്ട് ഗൈഡ് ദാറ്റ് ദേ വിൽ ഓൾ വർക്ക് അഗൻസ്റ്റ് ദ ക്ലോക്ക്. അഗൻസ്റ്റ് ദ ക്ലോക്ക് എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് വർക്ക് വിത്ത് വിഗർ ടു ഫിനിഷ് ഇൻ ലിമിറ്റഡ് ടൈം. പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ ആവേശത്തോടു കൂടി ജോലി ചെയ്യുന്നതിന് നമ്മൾ അഗൻസ്റ്റ് ദ ക്ലോക്ക് എന്ന് പറയുന്നു. അടുത്ത, ടു ലെറ്റ് ഓഫ് സ്റ്റീം മൈ ഫ്രണ്ട് സ്റ്റാർട്ടഡ് മർമറിങ്. അപ്പം എന്താണ് ലെറ്റ് ഓഫ് സ്റ്റീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ടു ഷോ ഹിസ് ആങ്കർ എന്നുള്ളത്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിലെ SSCയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് SCRT സ്റ്റാൻഡേർഡ് 10 കുറച്ച് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന വാക്കുകൾ ഒന്നുകിൽ
വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സിനണിംസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. നോക്കാം, അഫോർഡ്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എല്ലാം പഠിക്കണമെന്നില്ല. ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്നത് പ്രത്യേകം നോക്കുക. അതിനകത്ത് ഏതെങ്കിലുമൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. നോക്കുക, അഫോർഡ് വെർബ് ഫോം ആണ്. എന്താണ്? ടു ഹാവ് ഇനഫ് മണി ഓർ ടൈം ടു ഡു സംതിങ്. എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് മതിയാകുന്ന സമയം അല്ലെങ്കിൽ മതിയാകുന്ന പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ അഫോർഡ് എന്ന് പറയുന്നത്. ഈ ആംബിൾ എന്ന് വെച്ചാൽ എന്താണ്? ടു വാക്ക് അറ്റ് എ സ്ലോ റിലാക്സ്ഡ് സ്പീഡ്. വളരെ സ്ലോ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള വേഗതയിൽ നടക്കുന്നതിന് നമ്മൾ ആംബിൾ എന്ന് പറയുന്നത്. ഈ ബാനിഷ് എന്ന് വെച്ചാൽ എന്താണ്? ടു ബി സെൻഡ് അവേ ടു ദ ഫോറസ്റ്റ് ആൻഡ് നോട്ട് അലൗഡ് ടു റിട്ടേൺ. ഇവിടുത്തെ അർത്ഥമാണ്. യഥാർത്ഥത്തിൽ ബാനിഷ്ഡ് അർത്ഥം എന്താ? നാട് കടത്തുക എന്നർത്ഥം. എന്താണ്? നാട് കടത്തുക. ഇവിടുത്തെ ഈ പാഠഭാഗത്തിലെ മീനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതല്ല എൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ്? നാട് കടത്തുക എന്നാണ് ബാനിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാങ് എന്ന് വെച്ചാൽ എന്താണ്? ടു മേക്ക് എ ലൗഡ് റിംഗിങ് സൗണ്ട് ലൈക്ക് ദാറ്റ് ഓഫ് മെറ്റൽ ബീങ് ഹിറ്റ്. ഏതെങ്കിലും വലിയ ലോഹ കഷ്ണങ്ങൾ വന്ന് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അത് നമ്മൾ ക്ലാങ് എന്ന് പറയുന്നത്. ഈ കസ്റ്റമറി എന്ന് വെച്ചാൽ എന്താണ്? ഹാബിച്വൽ എന്നർത്ഥം. ഓക്കെ, ഹാബിച്വൽ. പിന്നെ വേറെ അർത്ഥമുണ്ട്, നടപടിക്രമം എന്നൊരു അർത്ഥമുണ്ട്. പൊതുവെ പാലിക്കുന്ന നടപടിക്രമത്തെ നമുക്ക് കസ്റ്റമറി വിളിക്കാം. ഇനി അടുത്ത് പെട്രിഫൈഡ്. എന്താണ്? ടെറിഫൈഡ് എന്നർത്ഥമില്ല. ഭയക്കുക, പേടിക്കുക എന്നൊക്കെയാണ് പെട്രിഫൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്രാൻസ് എന്ന് വെച്ചാൽ എന്താണ്? ടു മൂവ് വിത്ത് ഹൈ സ്റ്റെപ്സ്. വളരെ വേഗത്തിൽ നടക്കുന്നതിന് നമ്മൾ പ്രാൻസ് എന്ന് പറയും. റാവൻ എന്ന് വെച്ചാൽ എന്താണ്? എ ലാർജ് ബേർഡ് ഓഫ് ദ ക്രൗ ഫാമിലി വിത്ത് ഷൈനി ബ്ലാക്ക് ഫെതേഴ്സ് ആൻഡ് എ റഫ് അൺപ്ലസന്റ് ക്രൈ ആണ് റാവൻ. ഇനി അടുത്തത് റോബസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? സ്ട്രോങ് ആൻഡ് ഹെൽത്തി എന്നർത്ഥം. റോബസ്റ്റ്. സെഡേറ്റ്ലി, വെരി കാംലി, വളരെ ശാന്തതയോടെ. സ്ട്രീവൻ, ടു ബി സ്പ്രെഡ് ഓവർ എ സർഫസ്. ഒരു പ്രതലത്തിൽ പടർന്നു പിടിക്കുന്നതിന് നമ്മൾ സ്ട്രീവൻ എന്ന് പറയുന്നത്. ടാബ് എന്ന് വെച്ചാൽ എന്താണ്? എ ബിൽ ഫോർ ഗുഡ്സ് യു റിസീവ് ബട്ട് പേ ഫോർ ലേറ്റർ. അതായത് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ബില്ല്, പക്ഷെ ആ ബില്ല് പിന്നെ നമുക്ക് എപ്പോൾ അടച്ചാൽ മതി? പിന്നീട് അടച്ചാൽ മതി, ഉടനെ അടയ്ക്കണ്ട. അങ്ങനെയുള്ള ബില്ലിനെ നമ്മൾ ടാബ് എന്ന് പറയും. ഇനി നമ്മൾ ഈ SCRT തന്നെ ഈ പറയുന്ന യൂണിറ്റിലെ ഈ പറയുന്ന ഭാഗത്തെ രണ്ടാമത്തെ യൂണിറ്റിലെ ഗ്ലോസറിയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കിയ ഫസ്റ്റ് യൂണിറ്റിന്റെ, ഇപ്പൊ നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റ്. നോക്കാം, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൺവൾസീവ്. എന്താണ് കൺവൾസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഡൻ ആൻഡ് ഇമ്പോസിബിൾ ടു കൺട്രോൾ. അതായത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്, അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള നമ്മൾ കൺവൾസീവ് എന്ന് പറയുന്നത്. ഡെലിക്കൻറ്റ് എന്താണ്? ഷോയിങ് എ ടെൻഡൻസി ടു കമ്മിറ്റ് ക്രൈംസ്. കുറ്റങ്ങൾ ചെയ്യുവാൻ ഉള്ള ടെൻഡൻസി കാണിക്കുന്നത് നമ്മൾ ഡെലിക്കൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത് ഡെറലിക്റ്റ്. എന്താണ്? ഇൻ എ ബാഡ് കണ്ടീഷൻ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. വളരെ മോശമായ അവസ്ഥ, അതിനെ നമ്മൾ അവസ്ഥയിൽ എന്നാണ് നമ്മൾ ഡെറലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിവാല്യൂ. എന്താണ് ഇവിടുത്തെ അർത്ഥം? ടു ഗീവ് എ ലോവർ വാല്യൂ എന്ന് വെച്ചാൽ ഉള്ള വിലയേക്കാൾ മൂല്യം കുറച്ച് കാണിക്കുന്നത് നമ്മൾ ഡിവാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഡിഫിഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഷൈനസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഇല്ലായ്മ. ഡിസാമിങ് എന്താണ്? മേക്കിംഗ് പീപ്പിൾ ഫീൽ ലെസ് ആംഗ്രി ഓർ സസ്പീഷ്യസ് ദാൻ ദേ വെർ ബിഫോർ. അതായത് ഒരു വ്യക്തികളിലെ ഭയം ഇല്ലാതാക്കുന്നതിന് കുറയ്ക്കുന്നതിന് നമ്മൾ ഡിസാമിങ് എന്ന് പറയുന്നത്. ഡിസ്പൊസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദ നാച്ചുറൽ ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സൺസ് ക്യാരക്ടർ. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഗുണങ്ങളെയാണ് നമ്മൾ ഡിസ്പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഫെൻ എന്താണ്? എ ലോ ഫ്ലാറ്റ് വെറ്റ്ലാൻഡ്. വളരെ താഴ്ന്ന വെറ്റായിട്ടുള്ള ലാൻഡിനെ നമ്മൾ ഫെൻ എന്ന് പറയുന്നത്. ഈ ഗ്രഫ്ലി എന്താണ്? ഗ്രഫ്ലി ഡീപ്പ്, റഫ് ആൻഡ് അൺഫ്രണ്ട്ലി. വളരെ അൺഫ്രണ്ട്ലി ആയിട്ടുള്ളതിനെ നമ്മൾ ഗ്രഫ്ലി എന്ന് പറയുന്നു. ഇനി ഇമ്പോർച്ചുനേറ്റ് എന്താണ്? ആസ്കിങ് ഫോർ തിങ്സ് മെനി ടൈംസ് ഇൻ എ വേ ദാറ്റ് ഈസ് അനോയിങ്. അത് ഒരേ കാര്യം തന്നെ കുറേ തവണ ചോദിക്കും, അത് മറ്റുള്ളയാളിൽ ദേഷ്യമുണ്ടാക്കുക. ആ തരത്തിൽ ചെയ്യുന്നതിന് നമ്മൾ ഇമ്പോർച്ചുനേറ്റ് എന്ന് പറയുന്നു. എന്താണ് ഇൻട്രിഗ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ടു മേക്ക് എ പേഴ്സൺ വെരി ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് സംതിങ്. എന്തെങ്കിലും കാര്യം മനസ്സിലാക്കുവാൻ ഒരു വ്യക്തിയെ നമ്മൾ വളരെയധികം താല്പര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് നമ്മൾ
ഇൻട്രിഗ്യൂ എന്ന് പറയുന്നു. ഇനി കിങ്കി എന്താണ്? കേർലി ആൻഡ് റൗണ്ട്, ചുരുണ്ടതും റൗണ്ട് ആയിട്ടുള്ള നമ്മൾ പറയുന്നത്. ഇനി അടുത്ത് മാല അഡ്ജസ്റ്റഡ്, എന്താണ്? ഹാവിങ് മെന്റൽ ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസ് ദാറ്റ് ലീഡ് ടു അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ. ഇത് ഒരു വ്യക്തിയിൽ അയാളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ അതെന്തിലേക്ക് നയിക്കുന്നു? മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പെരുമാറ്റത്തിലേക്ക് നയിക്കുന്ന ആ അവസ്ഥയാണ് നമ്മൾ മാല അഡ്ജസ്റ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാവ്രോൺ എന്താണ്? ആൻ എക്സ്പ്രഷൻ ഓഫ് സോറോ, വിഷമത്തിന്റെ അല്ലെങ്കിൽ വിഷമം പ്രകടിപ്പിക്കുന്ന ആ എക്സ്പ്രഷൻ നമ്മൾ മാവ്രോ എന്ന് പറയുന്നു. ഈ മഫിൾ എന്താണ്? ടു മേക്ക് എ സൗണ്ട് ക്വയറ്റർ ഓർ ലെസ് ക്ലിയർ, അവ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പതുക്കെയുള്ള ശബ്ദം ഉണ്ടാക്കുന്ന നമ്മൾ മഫിൾ എന്ന് പറയും. അതും എന്താണ് ചെറുതായിട്ട് രഹസ്യം പറയുക എന്ന കരുത്തിലാണ് മഫിൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് പ്രൊമിനേറ്റ്. എന്താണ് പ്രൊമിനേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ്, നടക്കാനുള്ള പൊതുസ്ഥലം നമ്മൾ പ്രൊമിനേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റെസീഡ് വെർബ് ഫോമാണ്. എന്താണ്? സ്റ്റോപ്പ് ഗ്രോയിങ്, അത് വളർച്ച തടയുക, അതാണ് റെസീഡ്. ഈ റീകോപ്പ് എന്താണ്? ടു ഗെറ്റ് ബാക്ക് ആൻ എമൗണ്ട് ഓഫ് മണി വാട്ട് യു ഹാവ് സ്പെൻഡ് ഓർ ലോസ്റ്റ്. അത് നമ്മൾ എന്താണോ സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ എത്രത്തോളം നഷ്ടപ്പെടുത്തിയോ ആ പൈസ നമ്മൾ തിരിച്ച് എടുക്കുക നമ്മൾ റീകൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഡംഷൻ എന്ന് വെച്ചാൽ എന്താ? എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് സേവ്ഡ് ഫ്രം ദ പവർ ഓഫ് ഈവിൽ. ദുർശക്തി, മോചനം, അതാണ് കറക്റ്റ് മലയാള വാക്ക്. മോചനം എന്നാണ് റിഡംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മോക്ഷം, മോക്ഷം അല്ലെങ്കിൽ മോചനം, റിഡംഷൻ. റിപ്രസീവ്, എന്താണ് റിപ്രസീവ്? കൺട്രോളിങ് പീപ്പിൾ ബൈ ഫോഴ്സ് ആൻഡ് റെസ്ട്രിക്റ്റിംഗ് ദർ ഫ്രീഡം. അതായത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് നമ്മൾ വ്യക്തികളെ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ റിപ്രസീവ് എന്ന് പറയുന്നു. റിസസിറ്റേഷൻ, എന്താണ് റിസസിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എമർജൻസി പ്രൊസീജിയർ ടു റിവൈവ് സമ്മൺ ടു കോൺഷ്യസ്നെസ്. അല്ലേ, നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ ചെയ്യുക, എന്തിനു വേണ്ടി? അബോധാവസ്ഥയിലായിട്ട് ഒരു വ്യക്തിയെ ബോധാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എമർജൻസി പ്രൊസീജിയറിനെ നമ്മൾ റിസസിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്ത സോളിസിറ്റർ, എന്താണ്? എ ലായർ ഹു പ്രിപ്പയർസ് ലീഗൽ ഡോക്യുമെന്റ്. അടുത്ത സ്ട്രെനുവസ്, എന്താണ്? നീഡിങ് ഗ്രേറ്റ് എഫർട്ട് ആൻഡ് എനർജി, വളരെയധികം എഫർട്ടും ഊർജവും വേണ്ടുന്നത് നമ്മൾ സ്ട്രെനുവസ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ഫോമാണ്. സ്വേ, എന്താണ്? ടു മൂവ് റിഥമിക്കലി ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ്സ് ഓർ ഫ്രം സൈഡ് ടു സൈഡ്, മുമ്പോട്ടും പുറകോട്ടും താളാത്മകമായിട്ട് ചലിക്കുന്ന നമ്മൾ സ്വേ എന്ന് പറയുന്നത് ഊഞ്ഞാലാടുക എന്നാണ് കറക്റ്റ് അർത്ഥം. ടെഡിയം, എന്താണ്? ബോർഡം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ SCERT പുസ്തകത്തിൽ നിന്ന് നോക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പൂർണ്ണമായും വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കിയത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് PSCയുടെ ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. 2023 മെയ് മാസം നടന്ന ആംഡ് പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പരീക്ഷയിലെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കുക, ദ സെക്രട്ടറി ഹാസ് ടേക്കൺ ഡാഷ് യുനാനിമസ് ഡിസിഷൻ ഡ്യൂറിംഗ് ഡാഷ് ക്രൈസിസ്. ഇവിടെ എന്താണ് ആൻസറായി വരിക? ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ഇവിടെ നോക്കുക, യുനാനിമസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ അക്ഷരത്തിന് അനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആൻ എഴുതി വെക്കും. കാരണം എന്താ? യു വവലായതുകൊണ്ട്. നമ്മൾ ഒരിക്കലും അക്ഷരങ്ങളെ അല്ലെങ്കിൽ ലെറ്റേഴ്സിനെ ബേസ് ചെയ്ത് ചെയ്യാൻ പാടില്ല. പകരം പ്രൊനൗൺസിയേഷനെ ബേസ് ചെയ്തായിരിക്കണം, ഉച്ചാരണത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇവിടുത്തെ ഉച്ചാരണം എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? യാ, യു എന്നാണ്, യുനാനിമസ് എന്നാണ്. അപ്പം അങ്ങനെ ആകുമ്പം യുനാനിമസ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ യാ എന്ന് പറയുന്ന ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? കോൺസണന്റ് സൗണ്ടാണ്, കോൺസണന്റ് സൗണ്ടാണ്. അപ്പോൾ കോൺസണന്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? എ ഉപയോഗിക്കും. ഇവിടെ എ ആണ് വരേണ്ടത്, എ യുനാനിമസ്. അതേപോലെ എ യൂണിവേഴ്സിറ്റി, എ യൂറോപ്യൻ, എ യുണീക്ക്, A1, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ ഇവിടെ എ ആണ് വരേണ്ടത്. ഇനി ഡിസിഷൻ ഡ്യൂറിങ്, അപ്പം ഇവിടെ ഒരു ക്രൈസിസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ക്രൈസിസിന് ഉണ്ടായിരുന്ന സമയത്ത് എടുത്ത തീരുമാനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ ക്രൈസിസ് എന്താണ്? ഡെഫിനറ്റ് ആയിട്ടുള്ള ക്രൈസിസ് ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഡെഫിനറ്റ് ആർട്ടിക്കിളാണ് വരേണ്ടത്. അപ്പം ദ, അപ്പം ദ എന്നുള്ള ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക, ടേൺ ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് നമുക്ക് മനസ്സിലായി. ആക്റ്റീവ് വോയിസ് നോക്കുമ്പോൾ ഇവിടെ ഹാസ് പ്ലസ് V3 എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ വെർബ് ഫോം ഹാസ് പ്ലസ് V3 എന്നാണ്.
അപ്പം നമ്മുടെ ആക്റ്റീവ് വോയിസിലെ വെർബ് ഫോം ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്ന് വരികയാണെങ്കിൽ, അതായത് ഹാസ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 എന്ന രീതി വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാസ് ബീൻ പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് V3 എന്നാക്കണം. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന പാസീവ് വോയിസിന്റെ വെർബ് ഫോം എങ്ങനെയായിരിക്കണം? ഹാസ് ബീൻ പ്ലസ് V3 എന്നോ ഹാവ് ബീൻ പ്ലസ് V3 എന്നോ ആകണം. നമ്മൾ ഹാസും ഹാവും എഴുതുന്ന എന്തിനെ ആശ്രയിച്ചാൽ, നമ്മൾ എഴുതുന്ന ഈ ഹാസും ഹാവിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്നതിന് അനുസരിച്ചാൽ, അത് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് എഴുതും, പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഹാവ് എഴുതും. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആക്റ്റീവ് വോയിസ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു, പാസീവ് വോയിസ് എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു? ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ പാസീവ് വോയിസ് വരുന്ന സമയത്ത് നമ്മൾ ഒബ്ജക്റ്റ് ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ദ കോവിഡ് വിക്ടിംസ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഇതാണ് ഒബ്ജക്റ്റ്. ദ കോവിഡ് വിക്ടിംസ് എന്ന് പറയുമ്പോൾ അത് ഒബ്ജക്റ്റ് ആണ്, ഒപ്പം അത് എങ്ങനെയുള്ള ഒബ്ജക്റ്റുമാണ്? പ്ലൂറലുമാണ്. അപ്പോൾ ഹാവ് ആണ് വരേണ്ടത്. അപ്പം ദ കോവിഡ് വിക്ടിംസ് ഹാവ് ബീൻ ഐസൊലേറ്റഡ് എന്നാണ് വരേണ്ടത്. അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻസ് വല്ലതും ഉണ്ടോ നോക്കുമ്പോൾ ഉണ്ട്, ഹാവ് ബീൻ. ദ കോവിഡ് വിക്ടിംസ് ഹാവ് ബീൻ ഐസൊലേറ്റഡ്. ഇവിടെ നോക്കുമ്പോൾ ഹാസ് ബീൻ ആണ് വന്നിരിക്കുന്നത്, തെറ്റാണ്. ഇവിടെ വേർ ഐസൊലേറ്റഡ് ആണ്, അതും തെറ്റാണ്. ഇവിടെ ഹാഡ് ബീൻ ആണ് വന്നിരിക്കുന്നത്, അതും തെറ്റാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ? അപ്പോൾ എങ്ങനെ വരും കറക്റ്റ് ആൻസർ? ദ കോവിഡ് വിക്ടിംസ് ഹാവ് ബീൻ ഐസൊലേറ്റഡ് ടു ദി ഇവാക്യുവേഷൻ റൂം. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ദ വന്നിട്ടുണ്ട്. ദായ്ക്ക് ശേഷം വരേണ്ടത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. നമുക്ക് തന്നിരിക്കുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി ഏതൊക്കെയാണ്? ഗ്രാൻഡസ്റ്റും മോസ്റ്റ്, മോസ്റ്റ് ചേരുന്നതാണ് സൂപ്പർലേറ്റീവ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന അഡ്ജക്റ്റീവ് അതിൻ്റെ പ്രൊനൗൺസിയേഷന് ഒറ്റ സിലബിളേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മോസ്റ്റ് അതിൻ്റെ കൂടെ ചേർത്തെഴുതണം. അങ്ങനെ ആകുമ്പോൾ ആ വാക്കിൻ്റെ അവസാനം നമ്മൾ EST ആഡ് ചെയ്യണം. ഇവിടെ ഗ്രാൻഡ് ആണ് വന്നിരിക്കുന്നത്. ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ അത് ഒറ്റ സിലബിളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രാൻഡസ്റ്റ് എന്നേ പറയാം, മോസ്റ്റ് ഗ്രാൻഡ് എന്ന് പറയാൻ പാടില്ല. ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നോക്കുക. ഇവിടെ വെൻ ദ മിനിസ്റ്റർ ആൻഡ് പാർട്ടി റീച്ച് ദ ഡിസാസ്റ്റർ റിലീഫ് ക്യാമ്പ് ദ വോളണ്ടിയേഴ്സ് ഡാഷ് ദ റിലീഫ് ഗുഡ്സ്. ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തിലെ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ കാലത്തിലെ രണ്ട് എന്താണ് വേർബ്സിനെ കുറിച്ചാണ് പറയുന്നത്, ക്രിയകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് ക്രിയ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റീച്ച്. അടുത്താണ് നമുക്ക് എഴുതേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ കാലത്തെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏതാണോ ആദ്യം നടന്നത് അവ നമ്മൾ എന്ത് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതണം. രണ്ടാമത് സിമ്പിൾ പാസ്റ്റിൽ, രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിൽ എഴുതണം. ഇവിടെ നോക്കുമ്പോൾ ഈ റീച്ച് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റാണ്. അപ്പോൾ ഇതായിരിക്കണം ആദ്യം സംഭവിച്ചത്. അത് നമ്മൾ ഏത് ടെൻസിലേക്ക് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഹാഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുണ്ടോ, അല്ലെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇവിടെ നോക്കുമ്പോൾ സി എന്ന് പറയുന്ന ഓപ്ഷൻ ഹാഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇഫ് ക്ലോസ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ ക്ലോസിനെ ആശ്രയിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ മെയിൻ ക്ലോസ് നോക്കുമ്പോൾ കുഡ് ഹാവ് പ്ലസ് V3 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുഡ് ഹാവ് പ്ലസ് V3, മൈറ്റ് ഹാവ് പ്ലസ് V3, വുഡ് ഹാവ് പ്ലസ് V3, ഷുഡ് ഹാവ് പ്ലസ് V3 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഫ് ക്ലോസ് ഏതായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഹാഡ് പ്ലസ് V3 ആണ് അല്ലേ? ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഒരു ഹാഡ് വരണം, പിന്നെ അതിനുശേഷം വെർബിന്റെ V3 ഫോം വരണം. ഇവിടുത്തെ വെർബ് ഹാവ് ആണ്. ഹാവിന്റെ V3 എന്താണ്? ഹാഡ് തന്നെയാണ്. അപ്പൊ ഹാഡ് എന്ന് വരണം. അതേതാണ്? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് എന്താണ്? വൺ വേർഡ് എഴുതാനാണ്. എ ബ്രീഫ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എക്സ്പ്രസസ് എ ജനറൽ ട്രൂത്ത് ഓർ എ കോമൺ സേയിങ് ഓർ ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അഡാഷ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇതെന്ന് പറഞ്ഞ SCRT 12th സ്റ്റാൻഡേർഡിൽ പാഠഭാഗത്ത് വന്ന ഒരു എന്താണ് വാക്കാണ്, വേർഡാണിത്. അതവിടെ വൺ വേർഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ അഡാഷ്. എന്താണ് അഡോർ? അഡോർ മീൻസ് ആരാധിക്കുക എന്നർത്ഥമില്ല. അഡോർ, അഡോൺ അലങ്കരിക്കുക. അഡി എന്ന് വെച്ചാൽ അർത്ഥം ഗുഡ് ബൈ എന്നാണ് അർത്ഥം. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അത് മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന വാക്ക് ശരിയായി കൊടുത്തിരിക്കുന്ന ഇത് സ്പെല്ലിംഗിൽ ശരിയായി കൊടുത്തിരിക്കുന്ന വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിസ്അപ്രോപ്രിയേഷൻ വരുമ്പോൾ മിസ്സിന് ഒരു S മതി, പിന്നെ അപ്രോപ്രിയേഷൻ എന്ന് പറയുമ്പോൾ 2 P. ഇത് എല്ലാം വന്നിരിക്കുന്നത് ഇവിടെ സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് എന്താണ്? ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക. വെരി റയർലി നമ്മൾ ഇങ്ങനെയുള്ള പരീക്ഷ എഴുതുന്ന സമയത്ത് ഇഡിയം അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഇഡിയം എഴുതാൻ പറയുമ്പോൾ അത് മാത്രം വായിച്ചു നോക്കുക. ബാക്കിയൊക്കെ വായിച്ചു നോക്കേണ്ട കാര്യമില്ല. ഇനി അതിന് അർത്ഥം അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളത് വായിക്കണം. അങ്ങനെ അപ്പം നമുക്ക് അവിടുത്തെ
സാന്ദർഭികമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ചുള്ള മീനിങ് നമുക്ക് എടുത്തെഴുതാനും പറ്റും. ഇവിടെ വെരി റയർലി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് വൺസിനെ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കുക സിനോണിം എഴുതാൻ പറയുമ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഇപ്പോൾ മിറ്റിഗേറ്റ്സ് എന്ന് പറയുന്ന വാക്കിന്റെ സെയിം മീനിങ് ആണ് എഴുതേണ്ടത്. അതാണ് മിറ്റിഗേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീവ്രത കുറയ്ക്കുക എന്നർത്ഥത്തില്ല. അപ്പോൾ തീവ്രത കുറയ്ക്കുക എന്നൊരർത്ഥം വരണമെങ്കിൽ ഏതായിരിക്കണം വരേണ്ടത്? അലിവിയേറ്റ്സ് ആണ്. ബാക്കിയെല്ലാം തീവ്രത കൂട്ടുക എന്നൊരർത്ഥമാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തതും വൺ വേർഡ് ആയിട്ട് വന്നിരിക്കുന്നത് വൺ ഹു ആൾവേസ് സ്റ്റുഡ് ആസ് എ സിമ്പിൾ ഓഫ് ലവ്, കമ്പാഷൻ, എമ്പതി ആൻഡ് ചാരിറ്റി എന്നുള്ളതിൻ്റെ വൺ വേർഡ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ലാർജ് ഹാർട്ട് എന്ന്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. നമ്മൾ ആദ്യം നോക്കിയത് SSC പാഠഭാഗത്തെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കിയത്. ഓക്കെ, പിന്നീട് നമ്മൾ നോക്കിയത് ഈ പറയുന്ന SCRT പുസ്തകത്തിലെ 10ാം ക്ലാസ്സിൻ്റെ 2 യൂണിറ്റിലെ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കി. പിന്നീട് നമ്മൾ നോക്കിയത് എന്താണ്? PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എനിക്ക് സംശയം, ഞാൻ സിനോണിംസുമായി പറഞ്ഞു പോകുമ്പോൾ ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥം പറഞ്ഞു എന്നൊരു സംശയം പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ. ടോക്കേറ്റീവ് നമുക്കറിയാം എന്താണ്? സംസാരിക്കുന്നത്. ഇന്റലിജന്റ്, ബുദ്ധിയുള്ള. അൺകൺവെൻഷണൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കൺവെൻഷണൽ അല്ലാത്ത. നമുക്കൊരു കൺവെൻഷണൽ ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള അൺഓർത്തോഡക്സ് ആയിട്ടുള്ള നമ്മൾ അൺകൺവെൻഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നു. സ്ഫിയർ എന്ന് വെച്ചാൽ എന്താ? സ്ഫിയർ എന്ന് വെച്ചാൽ സത്യം ചെയ്യുക എന്നർത്ഥത്തില്. ഓത്ത് നമുക്കറിയാമല്ലോ, അത് പ്രതിജ്ഞ. അബ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? മോശപ്പെട്ട വാക്കെടുത്ത് ഉപയോഗിച്ച് സംസാരിക്കാനുള്ള അബ്യൂസ് ചെയ്യുക എന്ന അർത്ഥം അബ്യൂസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ അറിയാലോ. ഫേക്ക്, ഗ്ലൂമി, സെൽഫിഷ് ഒക്കെ അറിയാം. ഫ്ലാറ്റർ ഒക്കെ അറിയാമല്ലോ. അതായത് കാര്യസാധ്യത്തിന് വേണ്ടി പുകഴ്ത്തി നമ്മൾ ഫ്ലാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, ബാക്കിയെല്ലാം പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം എന്തായാലും നമ്മുടെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇനിയും നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള സീരീസും ബാക്കിയുള്ള ക്ലാസ്സുകളും ഈ പറയുന്ന സീരീസിലുണ്ടാകും. അടുത്ത ക്ലാസ്സുകളായിട്ട് നമുക്ക് വരും. ഇത് നമ്മുടെ 30 days ചാലഞ്ചാണ്. ഇപ്പം നമ്മുടെ 4ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ഈ ക്ലാസ്. ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.